ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ജെറുസലേമിലെ വിവിധ പാത്രിയാർക്കീസുമാരും സഭാ നേതാക്കളും നടുക്കം രേഖപ്പെടുത്തുകയും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസിനോട് തങ്ങളുടെ സാമീപ്യം അറിയിക്കുകയും ചെയ്തു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് അഭയമൊരുക്കി വരുന്ന ഒരു ദേവാലയം കൂടിയായിരുന്നു ഇത്. ആക്രമണത്തിൽ ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേലെ റൊമാനെല്ലിക്കും പരിക്കുകളേറ്റിരുന്നു. ജൂലൈ മാസം 17-ാം തീയതി രാവിലെ നടന്ന ആക്രമണത്തിൽ ദേവാലയം തകർക്കപ്പെട്ടിരുന്നു. ഈ ആക്രമണം പള്ളി സമുച്ചയത്തിന് കേടുപാടുകൾ വരുത്തുക മാത്രമല്ല 3 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. സാദ് ഈസ കൊസ്താൻഡി സലാമെ, ഫൗമിയ ഇസ ലത്തീഫ് അയ്യാദ്, നജ്വ ദാവൂദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംയുക്ത പ്രസ്താവനയിൽ ഈ കുറ്റകൃത്യത്തെ ശക്തമായി അപലപിക്കുന്നതായി സഭാ നേതാക്കൾ അടിവരയിട്ട് പറഞ്ഞു. ആരാധനാലയങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട പുണ്യസ്ഥലങ്ങളാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം അവ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 600 അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന ഒരു പള്ളിയെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നത് ഈ നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് മനുഷ്യന്റെ അന്തസ്സിനെ അപമാനിക്കുന്നതും മനുഷ്യജീവിതത്തിന്റെ പവിത്രതയെ ചവിട്ടിമെതിക്കുന്നതും ഒരു പുണ്യസ്ഥലത്തെ അപമാനിക്കുന്നതുമാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ലോക നേതാക്കളോടും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളോടും ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കാനും പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. ഗാസയിലെ ജനങ്ങളുടെ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ജെറുസലേം പാത്രിയാർക്കീസുമാരും സഭാ നേതാക്കളും അറിയിച്ചു. അതേസമയം ദേവാലയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രയേലും ഖേദം പ്രകടിപ്പിച്ചു. ദേവാലയങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ലെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. ലിയോ പാപ്പയും അതീവ ദുഃഖം രേഖപ്പെടുത്തി. IDF ഇതേ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.